നീ എന്തിനാ അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നേ? നീ ഫംഗ്ഷന് വന്നില്ലേ, അത് തന്നെ എനിക്ക് സന്തോഷം. അതല്ലേ ഉമ്മ, ഇന്നെങ്കിലും എന്റെ ഫീലിങ്സ് മനസ്സിലാക്കി എന്റെ കൂടെ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചതൊന്നും നടന്നില്ല. അതൊക്കെ വിടടി. കാമിനി, നീ വളരെ ഭാഗ്യശാലിയാ. എന്താ, കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ അങ്ങ് തടിച്ചുപോയി. നീ മാത്രം അങ്ങനെ തന്നെ ഇരിക്കുന്നു. എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? എന്താ, ഫംഗ്ഷൻ നന്നായിട്ട് നടന്നില്ലേ? നിന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് എങ്ങനെ? മലയാളം അറിയോ അതോ ഹിന്ദി മാത്രമാണോ? ശരി, അത് വിട്. ആള് കാണാൻ എങ്ങനെയാ? നിന്റെ മാതിരി വെളുത്തതാണോ അതോ എന്നെ പോലെ കറുത്തതാണോ? എന്തായത്? ഞാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും മിണ്ടുന്നില്ല. നിന്റെ വിഷമം എനിക്കറിയാം. എന്താടാ, MD യുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതെന്ന് ഓർത്തിട്ടില്ലേ? അത് എന്താ ഉണ്ടായെന്ന് വെച്ചാ, ഏയ്, ഞാൻ ഓഫീസിലേക്ക് പുറപ്പെട്ടതാ. പെട്ടെന്ന് സെല്ലിൽ വിളിച്ചിട്ട് ഇന്ന് ഡിസ്കഷൻ ഇല്ല, നാളെയാണെന്ന് പറഞ്ഞു. ശരി, നീ പോയടത്തേക്ക് വരാന്ന് വെച്ചാ എനിക്ക് സ്ഥലവും അറിയില്ല, ഫോൺ നമ്പരും അറിയില്ല. പിന്നെ എങ്ങനെ വരാൻ പറ്റും? ഏയ്, ശരി വാ, ഞാൻ ഒരു പടം വരച്ചിട്ടുണ്ട്, ഒന്ന് വന്ന് നോക്ക്. എന്താ ഇത്ര കേമായിട്ട് വരച്ചിട്ടുണ്ടാവോ? എല്ലാം പാതിയിലും നിൽക്കുകയല്ലേ? അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്തിനാ വെറുതെ മെനക്കെടുന്നേ? നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്കറിയില്ല. ഒന്നുമില്ല, പകുതിയാക്കിയ പടം പോയി തീർത്തു വരാനാ ഞാൻ പറഞ്ഞത്. കറക്റ്റ്, വരച്ചത് തീർത്തിട്ട് ഞാൻ നിന്നെ കാണിക്കാം. എടി, ഇന്ന് വരെ നമ്മുടെ കോളേജില് ജെൻസ് മാത്രമേ ഫൈനൽ എക്സാമിന് ഫസ്റ്റ് വന്നിട്ടുള്ളൂ. ഇത്തവണയെങ്കിലും അത് മാറ്റണം. ഞാൻ എന്റെ പെയിന്റിംഗ് നന്നായിട്ടാ ചെയ്തത്, പക്ഷേ ഒരു മിസ്റ്റേക്ക് ചെയ്തു. അല്ലെങ്കിൽ ഇവളായിരിക്കും സ്റ്റേറ്റിൽ ഫസ്റ്റ്. വർഷേ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? എന്താടി, എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ ആരാധനമൂർത്തി ഉദയൻ നിന്നെ ഹെൽപ്പ് ചെയ്തില്ലേ? പറയടി. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ് മാഡം. മോർണിംഗ്. അതേതായാലും മാഡം വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. വർഷ. യെസ് മാഡം. കൺഗ്രാറ്റുലേഷൻസ്, നിനക്കാണ് ഫസ്റ്റ്. സൂപ്പറായിട്ട് പെയിന്റിംഗ് ചെയ്തിരിക്കുന്നു. താങ്ക് യു മാഡം. നീ വരച്ച ഐഡിയ വളരെ നന്നായിട്ടുണ്ട്. നിന്റെ വിജയത്തിനുള്ള സമ്മാനം ഒരു മിനിസ്റ്റർ കൊണ്ട് നിനക്ക് തരാൻ ഏർപ്പാട് ചെയ്യാം. തൃപ്തിയല്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? അതല്ല മാഡം. പറയൂ, വേറെന്താ? ഞാൻ എന്നും ആരാധിക്കുന്ന ഉദയൻ സാറിന്റെ അടുത്തുനിന്ന് സമ്മാനം വാങ്ങണം. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സമ്മാനം വാങ്ങുന്നതിലാ എനിക്ക് കൂടുതൽ സന്തോഷമുള്ളത്. ഉദയനോ? ഐ വിൽ ട്രൈ. താങ്ക് യു മാഡം. ഇറ്റ്സ് ഓക്കെ. എൻജോയ് യുവർ സെൽഫ്. ഏയ് വാ. ഹലോ ഹലോ, ആർട്ടിസ്റ്റ് ഉദയൻ സാറിന്റെ വീടല്ലേ? ഹലോ, ഇസ് ഇറ്റ് ആർട്ടിസ്റ്റ് ഉദയാസ് ഹൗസ്? യെസ്. നിങ്ങളാരാ? ഞാൻ കലാ ആർട്സ് കോളേജ് പ്രിൻസിപ്പലാണ്. ആ മോ, പറയൂ.
ഉദയൻ സാറിനോടൊന്ന് സംസാരിക്കണം. ആ, ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്. എന്ത് വേണമെന്ന് എന്നോട് പറഞ്ഞോളൂ. ഞങ്ങളുടെ കോളേജിൽ പെയിന്റിംഗ് മത്സരത്തിൽ വിജയിച്ച കുട്ടി സാറിന്റെ കൈകൊണ്ട് സമ്മാനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. സാർ അതിന് സമ്മതിച്ചാൽ ഈ നാട് മുഴുവൻ അന്ന് സാറിനെ അറിയപ്പെടും. മാഡം സാറിനോടൊന്ന് പറയണം. അദ്ദേഹത്തിന് പ്രശംസയൊന്നും ഇഷ്ടമല്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ അദ്ദേഹത്തിന്റെ സമ്മതം നേടാൻ കഴിയാതിരിക്കില്ല. ഞാൻ പറയാം. നിങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കും മാഡം, പ്ലീസ്. എന്നാ അദ്ദേഹത്തെ ഒന്ന് വിളിക്കൂ. അദ്ദേഹം വീട്ടിലില്ല. മൊബൈൽ നമ്പർ തരാം, എഴുതിക്കോളൂ. 9840066646. 9840066646. ഓക്കെ, താങ്ക് യു മാഡം. ഹലോ മിസ്റ്റർ ഉദയ, ഞാൻ കലാ ആർട്സ് കോളേജ് പ്രിൻസിപ്പലാണ്. എന്ത് പറ്റി ഉടനെ തിരിച്ചു വന്നത്? ഒന്നുമില്ല, ആ ഡിസൈൻ ചെയ്ത ഫയല് എടുത്തോണ്ട് പോകാൻ മറന്നുപോയി. അതാണ് സംഭവം. നിങ്ങൾ ഇരിക്കൂ, ഞാൻ എടുത്തിട്ട് വരാം. ടയർഡായിട്ടല്ലേ വന്നത്? എനിക്കെന്താ ടയർഡ്? ഞാനെന്താ ഓടിയാണോ വന്നത്? കാർ ഓടിച്ചോണ്ടല്ലേ വന്നത്. ഇതല്ലേ? കറക്റ്റ്. നെക്സ്റ്റ് കമ്പനി. ലേറ്റായി, ഞാൻ പോട്ടെ. നിൽക്കൂ. എന്താ? കുറച്ചു മുമ്പ് കലാ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ ഫോൺ ചെയ്തിരുന്നു. ഓ, നീയാണോ എന്റെ സെൽ നമ്പർ അവർക്ക് കൊടുത്തത്? അതെ. പറഞ്ഞത് നന്നായി. ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്ത് ഇപ്പൊ തെറി പറയണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. നോക്കൂ പ്ലീസ്, തീർച്ചയായും നിങ്ങളെ ഫംഗ്ഷനിൽ പങ്കെടുക്കണം. പ്ലീസ്, എനിക്ക് വേണ്ടി. എനിക്ക് പബ്ലിസിറ്റി ഒന്നും വേണ്ട മോളെ. പബ്ലിസിറ്റി വേണം, എനിക്ക് വേണം, നിങ്ങൾക്കും വേണം. എന്തിനാ മോളെ ഇതൊക്കെ? വേണ്ട. വേണമെന്ന് പറഞ്ഞില്ലേ? എന്റെ ഭർത്താവ് വലിയ ചിത്രകാരനാണെന്ന് എല്ലാരും അറിയണം, ലോകം പോഴ്ത്തണം. അത് മാത്രമല്ല, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൈകൊണ്ട് പ്രൈസ് വാങ്ങുമെന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾ ഫംഗ്ഷനിൽ പങ്കുകൊള്ളണം. എന്റെ ഭർത്താവായ ചിത്രകാരൻ നിങ്ങളാണെന്ന് നാട് മനസ്സിലാക്കണം. എന്ത് തന്നെയായാലും നിങ്ങൾ പോയേ തീരൂ. എനിക്ക് വേണ്ടിയെങ്കിലും പോയേ തീരൂ, പ്ലീസ്. എന്താ മോളെ, നീ എന്താ ഇങ്ങനെ ഭ്രാന്തിയെ പോലെ? അതെ, നിങ്ങൾ എന്നെ ഭ്രാന്ത് പഠിപ്പിക്കും. നീ എന്താ ഇങ്ങനെ? എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. നീ അത് വിട്. വിടാം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ നടക്കാം. നോക്കൂ, കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ ഇത് വാങ്ങിത്താ അത് വാങ്ങിത്താന്ന് ഞാൻ നിങ്ങളോട് വായി തുറന്നിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ ഒരു സന്തോഷത്തെങ്കിലും എനിക്ക് തന്നൂടെ? ഇത് വലിയ പുലിവാലായാലും. കാമിനി, ശരി, ഞാൻ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാം. പോരെ? ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാ. എന്തിന്? ആർട്ടിസ്റ്റ് ഉദയൻ എനിക്ക് പ്രൈസ് തരാൻ ഇവിടെ വരുന്നുണ്ട്. അതെയോ? ശരി, അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. ഇയാൾ എന്തിനാ ഇവിടെ വന്നത്? ഇയാളെ നിനക്കറിയോ? ഒരു ആക്സിഡന്റിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ആക്സിഡന്റ് ഇല്ല. ഇവൻ എന്തിനാ ഇവിടെ വരണം? ചിലപ്പോ അഡ്മിഷൻ ആയിരിക്കും. ഇവന് ആളൊരു ഞഞ്ഞം പിന്നെയാ. വരൂ, പക്ഷേ വരൂ. എന്താടാ പൊട്ടൻ? പ്രിൻസിപ്പാൾ വിളിക്കുന്നു. എക്സ്ക്യൂസ് മീ മാഡം. യെസ്, കമ്മിങ്. മഹേഷ്, കൂൾ ഡ്രിങ്ക്സ് കൊണ്ടുവാ. ഓക്കെ മാഡം. ആ, വർഷ, ഇതാണ് ഉദയൻ. സോറി സർ. എനിക്ക് മാപ്പ് തരണം. നിങ്ങൾ ആരാണെന്നറിയാതെ ഞാൻ ആരാധിക്കുന്ന ചിത്രകാരനെ പറ്റി എന്തൊക്കെ സംസാരിച്ചു. പെയിന്റിങ്ങിനെ പറ്റി അറിയില്ലെന്നും പറഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു. തെറ്റ് നിന്റെയല്ലോ.
അറിയാതെ പറഞ്ഞല്ലേ, ഞാൻ അതൊക്കെ മറന്നു. ഓക്കെ, ഇനി മുതൽ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. നന്നായിട്ട് പഠിക്കണം. ഈ പെണ്ണാണോ വർഷ? അതെ. കാണാൻ നന്നായിട്ടുണ്ട്. ഇവളാണോ ഫസ്റ്റ് പ്രൈസ് വാങ്ങിയത്? ശരി ശരി, ആ ഫയലിംഗ് ഇതാ, എന്നിട്ട് നീ നോക്കിക്കോ. ആ, എനിക്ക് ഓഫീസ് പോകാൻ ടൈമായി. വരട്ടെ. ബൈ. ഉദയൻ, താങ്കൾ ആർട്ടിൽ മാത്രമല്ല ഹാർട്ടിലും ഉയർന്നവൻ തന്നെ. താങ്കളെ എനിക്ക് വീണ്ടും കാണണം. തീർച്ചയായും കണ്ടേ പറ്റൂ. നാളെ നമുക്ക് മീറ്റ് ചെയ്യണം. ഹലോ ഉദയൻ. ഹലോ, ഞാൻ വർഷയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ വിശേഷിച്ച്? സാർ, എനിക്ക് കുറെ സംസാരിക്കാനുണ്ട്. അതിനെന്താ, പറഞ്ഞോളൂ. നേരിട്ട് വേണം സാർ. ഫോണിൽ പറയാലോ. എന്താ, ബില്ലധികമാണെന്ന് ഓർത്തിട്ടാ? അല്ല സാർ, ഫോണിലൂടെ ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റൂ. ഫോണിലൂടെ എത്ര വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. സാർ, അത് ശരിയല്ല. എന്തിലായാലും ഒരു ഒറിജിനാലിറ്റി വേണം അല്ലേ? എവിടെ സാർ ഒറിജിനാലിറ്റി? ഒക്കെ വർത്തമാനത്തിൽ മാത്രമേ കാണാൻ പറ്റൂ. ജീവിതത്തിൽ അതെല്ലാം വളരെ കുറവാണ് സാർ. അവിടെ എവിടെയാ ഒറിജിനാലിറ്റി? നീ കുട്ടിയാണെങ്കിലും സംസാരത്തിൽ ഒരു പക്വതയും ചിട്ടയൊക്കെ ഉണ്ടല്ലോ. സാർ, ഞാൻ പറയുന്നത് ചിട്ടയാ അല്ലെന്ന് തോന്നുന്നുണ്ടോ? ഹേയ്, നോ നോ. എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ഒത്തിരി പറയാനുണ്ട്. ഒരുപാട് വിഷയങ്ങളെ കുറിച്ച്. എനിക്ക് കൂടുതലായൊന്നും അറിയില്ല. എനിക്കറിയാവുന്നത് പെയിന്റിംഗ്, പെയിന്റിംഗ്, പെയിന്റിംഗ്. അതിനെപ്പറ്റി മാത്രമാണ് നിറയെ പറയാനുള്ളത്. അല്ല, എവിടുന്നാ സംസാരിക്കുന്നത്? ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് നമ്പർ 32. ആഹാ, അവിടുന്നാണോ? ഞാനിവിടെ അടുത്ത് തന്നെയാ. വരാൻ എത്ര നേരമാവും? ഒരു 5 മിനിറ്റ്. ഞാനിപ്പോ വരാം. ഹലോ. ഹായ്. ശരി, കേറ്. എന്താണ് എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നത്? ഏതെങ്കിലും ലേഡീസ് മീറ്റിംഗ് ഉണ്ടോ, അതോ വേറെ വല്ലതും? ചോദിച്ചത് കേട്ടില്ലേ? എന്തൊരു ഭവ്യതയാ. വലിയ ആർട്ടിസ്റ്റിന്റെ ഭാര്യയല്ലേ? അതെ അതെ, വലിയ ആളുടെ വൈഫല്ലേ? നിങ്ങൾ എന്തായി പറയുന്നത്? എന്താ മാഡം ഒന്നും അറിയാത്തതുപോലെ ചോദിക്കുന്നേ? നിങ്ങളുടെ ഹസ്ബൻഡാണ് ആർട്ടിസ്റ്റ് ഉദയൻ എന്ന് പറഞ്ഞേ ഇല്ലല്ലോ. ഓ, പത്രത്തിൽ വാർത്ത കണ്ടോ? അദ്ദേഹത്തിന് ഈ പരസ്യം എല്ലാം വെറുപ്പാണ്. കൊട്ടിഘോഷിക്കുന്നത് ഇഷ്ടമല്ല. Is it? He is really great. LKG പിള്ളേർക്ക് പടം വരച്ചു കൊടുത്ത് ഞാൻ ചിത്രകാരനാണെന്ന് പറഞ്ഞു നടക്കുന്നവരെ കണ്ടിട്ടുള്ള ഇക്കാലത്ത് യൂണിവേഴ്സിറ്റിയിൽ പ്രശസ്തി നേടിയ ഉദയന്റെ ഈ രഹസ്യം അത്ഭുതം തന്നെ. യു ആർ സോ ലക്കി ആന്റി. എന്താ ആന്റിയോ? യെസ് മാഡം, നിങ്ങളുടെ ഹസ്ബൻഡ് വീക്കിലിയിൽ ഒരു പെയിന്റിംഗ് ചെയ്തിരുന്നു. എക്സലന്റ്. എവിടെ അദ്ദേഹം? വെയിറ്റ് ചെയ്യൂ, അദ്ദേഹം വെളിയിൽ പോകാൻ ഒരുങ്ങായിരുന്നു. ഇപ്പൊ വരും. വന്ന ഉടനെ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു മുത്തം കൊടുക്കാൻ ആഗ്രഹം. കാമിനി, ഇതെന്താ എല്ലാരും കൂടെ?
ആ ഇവരെല്ലാം നിങ്ങളെ കാണാനാ വന്നത്. എന്നെ കാണാനോ? ആ, എന്തിന്? ആ കുട്ടിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വയ്ക്കണമെന്ന്. സത്യമായിട്ടും? കാമിനി അയ്യോ അനങ്ങാതെ നിൽക്കൂ, നിങ്ങളുടെ മേൽ കണ്ണു പെട്ടിട്ടുണ്ട്. എന്തത്? 3 പ്രാവശ്യം തുപ്പു. തുപ്പണോ? അയ്യോ ഇവിടെ തുപ്പാൻ. കയ്യിലോ? ഗൗതം, നിങ്ങൾ ഗൗതമല്ലേ? ഐ ആം ഗൗതം ചക്രവർത്തി. ഹായ് കാമിനി, സുഖാണോ? നീ ഇവിടെയാണോ? മാരേജ് കഴിഞ്ഞു അല്ലേ? വാ, ഒരു മാറ്റമില്ല. താലി കഴുത്ത് വീണ് കഴിയുമ്പോ പെണ്ണുങ്ങൾ വീപ്പക്കുറ്റി പോലെ ആകുന്ന പറയാറ്. ബട്ട് യു സോ സ്മാർട്ട്. ചിരിക്കുമ്പോഴുള്ള ആ നുണക്കുഴി കോളേജ് വെച്ച് കണ്ടതുപോലെ തന്നെയുണ്ട്. ഒരു മാറ്റമില്ല. മാച്ചിങ് ഡ്രസ് എല്ലാം നിന്റെ ഹസ്ബൻഡ് സെലക്ഷൻ. ഇത് പബ്ലിക് പ്ലേസ് അല്ലേ? ആയിക്കോട്ടെ, ഞാൻ എന്താ കൈകോർത്ത് വിളിച്ചാ സംസാരിക്കുന്നത്? ഐ ആം കീപ്പിംഗ് എ ഡീസന്റ് ഗ്യാപ്പിയാ. അല്ല, ഇപ്പൊ എങ്ങോട്ട് പോവാ? വീട്ടിലേക്ക്. എന്തിനാ ഇവിടെ വെച്ച് സംസാരിക്കുന്നത്? നമുക്ക് ഏതൊക്കെ റെസ്റ്റോറന്റ് പോയി സംസാരിക്കാം. അതൊന്നും വേണ്ട. നീ ഇപ്പോഴും അതേ ഫാസ്റ്റും അതേ സ്റ്റൈലും ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് മാറാൻ കഴിയില്ല. കാരണമുണ്ട്. പറഞ്ഞു വന്നാ കുറെ പറയണം. അതൊക്കെ നിന്നോട് പറയാൻ പറ്റുമോ? ഗൗതമിന്റെ മാരേജ് കഴിഞ്ഞു? ഈ ചോദ്യം എന്നോട് ആര് ചോദിച്ചാലും എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ. എന്താ? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്താ കല്യാണം കഴിക്കാത്തെ? മനസ്സിന് പിടിച്ച പെണ്ണിനെ കിട്ടണ്ടേ? പെണ്ണിന് കിട്ടിയില്ലേ? നല്ല തമാശ തന്നെ. ഒരാണിന് 2 പെണ്ണെന്ന സെൻസസ് കണക്ക്. അതറിയില്ലേ? അതൊക്കെ ശരിയാ. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണ് അതിലില്ലല്ലോ. നീ അന്വേഷിച്ചോ? ഐ മീൻ, നീ ആരെങ്കിലും സ്നേഹിച്ചിരുന്നോ? അവളിപ്പോ ജീവിച്ചിരിപ്പില്ലേ? അവള് മരിച്ചെന്ന് പറയല്ലേ. അവള് സുഖമായിട്ട് കഴിയണം. പിന്നെന്താ പ്രോബ്ലം? അവളെ കല്യാണം കഴിച്ചൂടെ? അവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. കോളേജിൽ പഠിക്കുമ്പോൾ സ്നേഹിച്ചിരുന്നു. പക്ഷെ അവളോട് പറയാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. അവളായിരിക്കണം എന്റെ ഭാര്യ എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. ആട്ടെ, നിനക്ക് പറയാൻ ഇത്ര വലിയ ആത്മകഥയുണ്ടോ? ആ പെണ്ണ് ആരാ ഗൗതം? വേണ്ട, അറിയണ്ട. ഇത് എന്റെ വിസിറ്റിംഗ് കാർഡ്. വീട്ടിൽ വരണം. എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്താം. ഓക്കെ, വരട്ടെ? ശരി, വന്നേക്കാം. കാമിനി, അശ്വിനി, വാ 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 വാ, ഇരിക്കെ. സുഖാണോ? സുഖായിരിക്കുന്നു. അല്ല, എന്താ ഈ വഴിയൊക്കെ? ഡോക്ടറെ കാണാൻ വന്നതാ. എന്താ അസുഖം? ഒന്ന് ചെക്കപ്പ് ചെയ്യാന്ന് കരുതി. അല്ല, ഡോക്ടറെ കാണാത്ത നീ ഇപ്പൊ എന്താ ഒരു ചെക്കപ്പ്? അതോ, ഇത് വേറെ. എന്ത്? ഞാൻ പ്രഗ്നന്റാ. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് സ്വീറ്റ് കൊണ്ടുവരാം. മാല, നീ എനിക്ക് സ്വീറ്റ് തരുന്നതൊക്കെ ഇരിക്കട്ടെ, ഞാനെപ്പോഴാ നിനക്ക് തരണ്ടേ? എന്താ പറയുന്നേ? മനസ്സിലായില്ലേ? നീ എപ്പോഴാ സന്തോഷ വാർത്ത പറയുന്നേന്ന്. സോറി, ഞാൻ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് 5 വർഷമായില്ലേ, അതാ ചോദിച്ചത്. എന്തെങ്കിലും പ്രശ്നം? ഇല്ല, ഞങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ടാ കഴിയുന്നത്. ഇല്ല, നീ നുണ പറയാ. അല്ല, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതിനുള്ള പോംവഴി നിന്റെ കയ്യിലാ ഉള്ളത്. ആണുങ്ങൾ സമ്പാദിക്കാനായി പലയിടത്തും പോകുന്നവരാ.
അവര് ടെൻഷനോടെ വീട്ടിലേക്ക് വരുമ്പോ സമാധാനിപ്പിച്ച് നമ്മൾ അവരെ സന്തോഷിപ്പിക്കേണ്ടേ? അതാ അവർക്ക് വേണ്ടത്. അവര് വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴും സന്തോഷത്തോടെ വരവേൽക്കണം അവരെ. ദൈവം ആണുങ്ങൾക്ക് വശീകരണ ശക്തി കൊടുത്തിട്ടില്ല, അത് നമുക്കാ തന്നിരിക്കുന്നേ. നീ എന്ത് തന്നെ ചെയ്താലും ശരി, എത്രയും വേഗം ഒരു സന്തോഷ വാർത്ത എന്നെ അറിയിക്കണം. ഓക്കെ? ഹലോ, ഞാനാണ്. ആ പറമോളെ. പ്രതീക്ഷിക്കാതെ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ കഴിഞ്ഞു. ഇൻഡസ്ട്രി ഫെലോ, കോളേജിൽ ഒരു നർത്തകനായിരുന്നു. അയാൾ ഇവിടെ തന്നെ ട്രാൻസ്ഫർ ആയി വന്നിരിക്കുക. അതെയോ? എപ്പോഴാ കണ്ടത്? ഇപ്പോഴും ഞാൻ കണ്ടിട്ട് വന്നത്. പുള്ളിയെ ഈവനിങ് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സാറിന്റെ സൗകര്യം എങ്ങനെയാ? നേരത്തെ വരാൻ പറ്റുമോ? എന്താടാ വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നേ? വരണോന്ന് ഓർഡർ ചെയ്യേ. സ്വിച്ച് ഇട്ട പോലെ വരില്ല ഞാൻ. ഒരു 5 മണിക്ക് വരണേ. ഓ ഷുവർ, 5 o'clock I will be there.